സംസ്ഥാനം ഉറ്റുനോക്കുന്നതല്ലെങ്കിലും തിരുവനന്തപുരം ജില്ലയിലെ സുപ്രധാന മണ്ഡലങ്ങളിൽ ഒന്നാണ് നെടുമങ്ങാട്. എൽ.ഡി.എഫിന് മേൽക്കൈയുള്ള മലയോര മണ്ഡലമായ ഇവിടെ എൽ.ഡി.എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് സിറ്റിംഗ് എം.എൽ.എയും മന്ത്രിയുമായ ജി.ആർ. അനിലിനെയാണ്. കഴിഞ്ഞ തവണ അനിലിന്റെ വിജയത്തിനായി ഒപ്പം നിന്ന് പ്രവർത്തിച്ച മീനാങ്കൽ കുമാർ ഇത്തവണ മറുകണ്ഠം ചാടി അനിലിനെ നേരിടുന്നു. യുവത്വത്തിന്റെ മുഖമായി ബി.ജെ.പിയുടെ യുവരാജ് ഗോകുലം മത്സര രംഗത്തുണ്ട്. വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് മൂവരും. ഇത്തവണയും ജി.ആർ. അനിൽ വിജയിക്കാൻ സാധ്യതയേറെയെന്നാണ് വോട്ടർമാർ പറയുന്നത്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളും അനിലിന്റെ ജനകീയതയുമാണ് അതിനുള്ള കാരണമായി അവർ നിർത്തുന്നത്. മണ്ഡലത്തിൽ നടപ്പാക്കിയ കോടികളുടെ വികസന പദ്ധതികളുടെ പേരെടുത്ത് പറയാൻ കഴിയുന്നത് തന്നെ തങ്ങളുടെ മികവാണെന്ന് എൽ.ഡി.എഫ് നേതാക്കളും പ്രവർത്തകരും പറയുന്നു. അനിലിനെതിരെ ഒരു തരത്തിലുമുള്ള ആരോപണങ്ങൾ ഇല്ല എന്നതും അദ്ദേഹത്തിന്റെ വിജയസാധ്യത ഉയർത്തുന്നുണ്ട്. യു.ഡി.എഫ് പ്രവർത്തകർ പോലും രഹസ്യമായി ഇത് സമ്മതിക്കുന്നുണ്ട്. മണ്ഡലത്തിലെ മുക്കും മൂലയും അറിയാം. മാത്രമല്ല മണ്ഡലത്തിലെ എന്തു കാര്യത്തിനും അനിൽ അവിടെയുണ്ടാകും. അതിനി ഒരു മന്ത്രിയുടെ പത്രാസില്ലാതെ തങ്ങളിൽ ഒരുവനായി അവിടെ എത്തുന്ന അനിലിനെ സ്വന്തക്കാരെ പോലെയാണ് മണ്ഡലത്തിലുള്ളവർ കാണുന്നത്. ഒരു മന്ത്രിയുടെ തിരക്കുകൾക്കിടയിലും ഇതെങ്ങനെ സാധിക്കുന്നുവെന്നതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് പിടിച്ച പ്രചാരണത്തിലാണ് യു.ഡി.എഫും. ശബരിമല സ്വർണ്ണക്കൊള്ളയും ആരോഗ്യരംഗത്തെ ശോചനീയാവസ്ഥയുമാണ് അവരുടെ മുഖ്യ പ്രചാരണായുധം. എന്നാൽ അടുത്തിടെ CPI പുറത്താക്കിയതിനെ തുടർന്ന് കോൺഗ്രസ് പാളയത്തിൽ ചേക്കേറിയ മീനാങ്കൽ കുമാറിന് സീറ്റ് നൽകിയത് മണ്ഡലത്തിലെ പല യു.ഡി.എഫുകാർക്കും ഉൾക്കൊള്ളാനാവുന്നില്ല. അനിലിന് പറ്റിയ എതിരാളിയല്ല കുമാർ എന്നാണ് അവർ പറയുന്നത്. ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് പ്രചാരണ രംഗത്ത് സജീവമാകാൻ പല കോൺഗ്രസുകാരും ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇത് യു.ഡി.എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളുമോ എന്ന പേടി കോൺഗ്രസുകാർക്കുണ്ട്. രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വികസനം എണ്ണിപ്പറഞ്ഞാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി യുവരാജ് ഗോകുൽ മണ്ഡലത്തിൽ എത്തുന്നത്. യുവാവെന്ന പ്രതിച്ഛായ ചില പ്രദേശങ്ങളിൽ ബി.ജെ.പിക്ക് അനുകൂലമായി കൂടുതൽ വോട്ട് കിട്ടുന്നതിന് കാരണമാകുമെന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. കേന്ദ്രത്തിലെ വികസനം എണ്ണിപ്പറയുന്നതിനൊപ്പം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അവർ പ്രചാരണ വിഷയമാക്കുന്നുണ്ട്. നാട്ടുകാരെയും നാട്ടുകാർക്കും അറിയാവുന്ന വ്യക്തിയെന്നത് യുവരാജിന് ബോണസ് മാർക്കാണെന്നും ബി.ജെ.പി കേന്ദ്രങ്ങൾ കരുതുന്നു. CPM കോട്ട എന്ന വിശേഷണമുള്ള മാണിക്കൽ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞതും വോട്ട് നില ഉയർത്തിയതും തങ്ങൾക്ക് അനുകൂലമായേക്കുമെന്ന കണക്കുകൂട്ടലും ബി.ജെ.പിക്കുണ്ട്. മണ്ഡലം പിടിച്ചെടുത്തില്ലെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ യുവരാജിനാവുമെന്നും അവർ കണക്ക് കൂട്ടുന്നു. പ്രബലരായ 3 സ്ഥാനാർത്ഥികൾക്കൊപ്പം സ്വതന്ത്രർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് സജീവമാകുകയാണ്. 3 മുന്നണികളും ശക്തമായ പ്രചാരണങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ നെടുമങ്ങാട്ടെ പോരാട്ടം കനക്കുകയാണ്. പരമ്പരാഗതമായ ഇടതുപക്ഷത്തോട് ഒരു ചായ്വ് പ്രകടിപ്പിക്കുന്ന മണ്ഡലമാണെങ്കിലും യു.ഡി.എഫിനും ഇവിടെ ശക്തമായ സ്വാധീനമുണ്ട്. പ്രത്യയശാസ്ത്ര രാഷ്ട്രീയത്തിലുപരിയായി നെടുമങ്ങാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രത്യേകിച്ച് മെച്ചപ്പെട്ട ഗതാഗത ആരോഗ്യ സംവിധാനങ്ങളുടെ വികസനം, റോഡുകൾ, കുടിവെള്ളം, പാർപ്പിടം, ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയ്ക്കാണ് വോട്ടർമാർ പ്രഥമ പരിഗണന നൽകുന്നത്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതായിരുന്നു. നെടുമങ്ങാട് നഗരസഭയിൽ എൽ.ഡി.എഫ് വൻ വിജയമാണ് നേടിയത്. ആകെ 42 വാർഡുകളിൽ 29 ഇടത്തും ചെങ്കൊടി പാറി. യു.ഡി.എഫിന് 10 വാർഡുകളും ബി.ജെ.പിക്ക് 3 വാർഡുകളും മാത്രമേ നേടാനായുള്ളൂ. മാത്രമല്ല മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ബി.ജെ.പിയുടെ സീറ്റുകളിൽ കുറവുണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. സിറ്റിംഗ് എം.എൽ.എയും മന്ത്രിയുമായ ജി.ആർ. അനിൽ തന്നെയാണ് ഇത്തവണ ഇടതുപക്ഷത്തിനു വേണ്ടി വീണ്ടും ജനവിധി തേടുന്നത്. തന്റെ വികസന പ്രവർത്തനങ്ങളും ഭക്ഷ്യവകുപ്പിലെ നേട്ടങ്ങളും മുൻനിർത്തിയാണ് അദ്ദേഹം പ്രചാരണവുമായി മുന്നോട്ടു പോകുന്നത്. എന്നാൽ എൻ.ഡി.എക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് നെടുമങ്ങാട്. ബി.ജെ.പിയുടെ യുവരാജ് ഗോകുലാണ് മണ്ഡലം പിടിക്കാൻ രംഗത്തെത്തുന്നത്. 2021 യു.ഡി.എഫിന്റെ പാലോട് രവിയാണ് മണ്ഡലത്തിൽ വിജയിച്ചത്. CPIയുടെ മാങ്കോട് രാധാകൃഷ്ണനെ 1000-ലധികം വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിലാണ് പാലോട് രവി മറികടന്നത്. എന്നാൽ 2006 പാലോട് രവിയെ വെറും 85 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി മാങ്കോട് രാധാകൃഷ്ണൻ മണ്ഡലം പിടിച്ചു. 2011 പാലോട് രവി ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നതിനാണ് മണ്ഡലം സാക്ഷിയായത്. CPIയുടെ അഡ്വക്കേറ്റ് പി. രാമചന്ദ്രൻ നായരെ 5000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാലോട് രവി പരാജയപ്പെടുത്തി. 2016 2011 നെടുമങ്ങാട് മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം നിന്നു. 2016 C. ദിവാകരൻ സിറ്റിംഗ് എം.എൽ.എ ആയ പാലോട് രവിയെ 3600-ലധികം വോട്ടുകൾക്കും 2021 ജി.ആർ. അനിൽ യു.ഡി.എഫിന്റെ P.S. പ്രശാന്തിനെ 23,000-ലധികം വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിനും പരാജയപ്പെടുത്തി മണ്ഡലം ഇടതുകോട്ടയാക്കി മാറ്റി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.